ഗൈസ് അപ്പോൾ ചൂണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുഴയിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ആശാനുണ്ട് കൂടെ. ഇതിൽ അങ്ങ് നടക്കാം. അവിടെ ഒരു അരക്കപ്പം വെള്ളമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതിൽ അങ്ങ് കയറിയിട്ട് അവിടെ ആ മരം നിൽക്കുന്നുണ്ടോ, അവിടെ ഒരു കുഴിയുണ്ട്. അവിടെ കുഴിയിൽ അങ്ങോട്ട് പോകാൻ പറ്റും. അങ്ങോട്ട് പോകാൻ പറ്റും. അതൊന്ന് നോക്കി പോയാൽ മതി. ഞാൻ കഴിഞ്ഞ കൊല്ലമൊക്കെ പോയിക്കൊണ്ടിരുന്നത്, ഈ കൊല്ലം പോയില്ലെന്നേ ഉള്ളൂ. അത് നോക്കി പോയാൽ മതി. അവിടെ ഒരു കുഴിയുണ്ട്. അവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വെള്ളം അവിടെ നിന്ന് അങ്ങോട്ട് ഒഴുകി പോകില്ല. അപ്പോൾ ആ കുഴിയിൽ മിക്കവാറും കഴിഞ്ഞ കൊല്ലമൊക്കെ എനിക്ക് അവിടെ വലയിട്ടിട്ട് ഒരുപാട് മീനെ കിട്ടിയതാണ്. അവിടെ മീനുണ്ടാകുന്ന സാധ്യത കൂടുതലാണ്. ഇതാണ് നമ്മുടെ പുഴ. അപ്പോൾ നമ്മൾ എന്തായാലും പോവാണ്. പക്ഷേ വെള്ളമാണ് മൊത്തം. നമുക്ക് നോക്കാം എങ്ങനെയെങ്കിലും അപ്പുറത്ത് പോകാൻ പറ്റുന്നു. അപ്പുറത്താണ് മീൻ പിടിക്കാൻ സെറ്റപ്പ് സ്ഥലമുള്ളത്. സോ എന്തായാലും അങ്ങോട്ട് നോക്കാം. ഓക്കെ, എന്തായാലും നമ്മൾ ഇവിടെ ഇടാൻ തീരുമാനിച്ചു കേട്ടോ. എന്തായാലും ഇവിടെ നമുക്ക് ഇട്ട് നോക്കാം. ചുമ്മാ നോക്കി നോക്കാം എന്തം ദൂരം വരുന്നു. നല്ലൊരു നമ്മൾ ഇര കോർക്കാണ്. അപ്പം ഇര കോർത്ത് നമ്മൾ ഇനി ചൂണ്ടയിലേക്ക് ഇര കോർത്ത് വെള്ളത്തിലിട്ടാൽ മതി. സോ ബാക്കി കാര്യങ്ങളൊക്കെ മെയിൻ ചെയ്തോളൂ. ഓക്കെ, നട്ടുവച്ച നേരമാണ്, അതുകൊണ്ട് പിന്നെ ഉച്ചയാണ്. അത് കുറവാണ്, എന്നാലും നോക്കാം ശ്രമം. വെയിലുള്ളതുകൊണ്ട് മീൻ ചിലപ്പം പുറത്ത് വരാൻ ചാൻസ് കുറവാണ്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഗായ്സ്, ക്യാപ്പിൽ ഇട്ട് കൊടുക്കണം വൈകുന്നേരം. ആ ഒഴുക്കിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വല്ല തവളയോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് മീൻ കിട്ടി അതിൻ്റെ തലയോ എല്ലാം വൈകുന്നേരം മുറിച്ചിട്ട് കഴിഞ്ഞാൽ രാവിലത്തേക്ക് ഉറപ്പാണ് മലഞ്ഞിൽ പിടിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് മലഞ്ഞിലുണ്ടാവും. നമുക്ക് അപ്പുറത്തേക്ക് പോകാം. ഗൈസ്, നമ്മളിപ്പം മീൻ പിടിക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ ഇത് വെയിൽ കൂടിപ്പോയി, ഭയങ്കര ചൂടാണ് അവിടെ. അപ്പോൾ വെയിൽ കൂടുതലുള്ളതുകൊണ്ട് അപ്പം മീനും ഇങ്ങനെ ഒന്നും പുറത്തിറങ്ങുന്നില്ല. നമ്മളെന്തായാലും ചൂണ്ടിട്ട് വെച്ചിട്ടുണ്ട്. കിട്ടുവാണെങ്കിൽ ലൈവായിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആശാൻ പറഞ്ഞു നമുക്കൊന്ന് എന്തിനെ പിടിക്കാനാ, ചെമ്മീനെ പിടിക്കാൻ. ഓക്കെ, അപ്പം ചെമ്മീനെ പിടിക്കാൻ നമ്മൾ ചുമ്മാ ഉള്ള കല്ലിൻ്റെ ഇടയിലൊക്കെ തപ്പി നോക്കാനുള്ള പ്ലാനിങ്ങാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. വിജയശേട്ടൻ അവിടെ ഉണ്ട്. വിജയശേട്ടൻ നോക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ക്യാമറ വേണം. കയറിയ മീനാണ് ഗൈസ്, മിസ്സായിപ്പോയി. പൊടി കയറുന്നുണ്ടല്ലേ. കുന്ത് ഭയങ്കര കലങ്കൽ ഭയങ്കരമാണ്. കുഞ്ഞ് ശരീരത്തിട്ട് കാര്യം നമുക്ക് അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഇത് വെള്ളത്തിൽ കൂടെ തന്നെ അപ്പുറത്ത് പോകണം കേട്ടോ. എന്തായാലും മുങ്ങും. പുള്ളി അത്ര മുങ്ങി. അപ്പം ഞാനും ഏകദേശം അത്രയൊക്കെ മുങ്ങും. അവിടെയൊക്കെ അത്ര ഉണ്ട് ഗൈസ്. ഞാൻ മുങ്ങി പോവാണ് ഗൈസ്. കുറച്ച് ടാസ്ക്കാണ്. ഇത്രയും തന്നെ മുങ്ങി വെള്ളം. ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. പുള്ളി ഉണ്ട് അവിടെ സെറ്റായി. ഈ ഒരു ഏരിയ മാത്രമേ ചെറിയ പ്രശ്നമുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനും സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ നടന്ന് അങ്ങ് അപ്പുറത്തേക്ക് പോകണം കേട്ടോ. ഓക്കെ, ഇവിടെ അടിപൊളി സ്ഥലം കേട്ടോ. നല്ല എന്താ പറയുക, നമ്മൾ ഗ്രൗണ്ട് പോലെ. ഇപ്പോൾ ചുറ്റിനും വെള്ളമാണ് ഇവിടെ. പക്ഷേ നല്ല നടക്കിങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെ. പിള്ളേർ കളിക്കുന്നൊക്കെ ഉണ്ട്, ഫുട്ബോൾ കളിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ എന്താ പറയുക, ഫുട്ബോൾ കളിക്കുന്നുണ്ട് പിള്ളേർ ഇവിടെ. ഗോൾ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടോ, ഭയങ്കര സെറ്റപ്പാണ് ഇവിടെ. എന്നാലും ചെറിയ സ്ഥലങ്ങളിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടുകാരുടെ മെയിൻ പരിപാടി. സോ ഒരുപാട് വലിയ ഫെസിലിറ്റീസൊന്നും ആവശ്യമില്ല. ചെറിയ ചെറിയ സ്ഥലങ്ങൾ മതി. ചുറ്റും വെള്ളമാണെങ്കിലും ഉണ്ട് അവിടെ. ഗോൾ പോസ്റ്റൊക്കെ ആക്കി പിള്ളേർ അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ. ഫുട്ബോളാണ് മെയിൻ. അടിപൊളി വൈബ് സ്ഥലമാണ്. വലയാ? വല എവിടെ കിട്ടുന്നത്? മേടിക്കണ്ടേ കടയിൽ നിന്ന്?
ആണോ? നമ്മൾ ഉച്ച സമയത്തായതുകൊണ്ട് മീനെല്ലാം വിശ്രമത്തിലാണ്, ഒന്നും പുറത്തിറങ്ങുന്നില്ല. അതെ ഗൈസ്, നമ്മളൊരു വല സെറ്റാക്കിയിട്ടുണ്ട്. വൈകുന്നേരം നമ്മൾ വല മേടിക്കാൻ പോവുകയാണ്. ക്യാമറ നോക്കി പറഞ്ഞു, കുഴപ്പമില്ല. വല കിട്ടിക്കഴിഞ്ഞ് നമുക്ക് വലയിട്ട് ഒരു ശ്രമം വല എടുക്കാൻ വേണ്ടിയുള്ള പോക്കാണ്. അപ്പം നമ്മൾ ഒരുപാട് നേരമായിട്ട് നോക്കിയാണ്, പക്ഷേ നമുക്ക് ചൂണ്ടയിലൊന്നും കൊടുക്കുന്നില്ല. അപ്പം ഇവിടെ വീട്ടിൽ വല സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് വല കിട്ടിക്കഴിഞ്ഞ് വൈകുന്നേരം വല ഇടാം. വല കിട്ടിക്കഴിഞ്ഞിട്ട് മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്ര കുറേ നേരം നോക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല ഒന്നും. ഗൈസ് എന്ത് വരുവാണ് ഗൈസ്? ഇതാ ഇഞ്ചിയും മുളകും മഞ്ഞളും ഇതൊക്കെ വാട്ടി വെച്ചിരിക്കും, സവോളയൊക്കെ. എന്നതിന് നാട്യാദി കലകളിൽ കലാതിലകം, എന്നാ പിടിവാശിക്കാരി, തെളിക്കാൻ എന്നാ ഏത് രഹസ്യവും നിധി പോലെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുവാൻ മിടുക്കി. എത്ര ദിവസമായി മീൻ പിടുത്തം തുടങ്ങിയിട്ട്? ഓർഡർ കൊടുത്തിട്ട് വല കിട്ടും. വല കിട്ടിയ മീൻ കിട്ടും. വരയ്ക്ക് എത്രയാ? വിജയചേട്ടൻ കൊണ്ടുവരും. മീനെ കൊണ്ട് ഇന്ന് ഞാനൊരു ചോറ് കഴിക്കുള്ളൂ. ഓക്കെ, ഒരു വർഷം വേണ്ട. ചൂണ്ട എന്തി? ചൂണ്ട വിടും. നമ്മളവിടെ കളി പുച്ഛഭാവം വേണ്ട, അത് വേണ്ടല്ലേ. നമ്മൾ മീൻ പിടിച്ചിരിക്കും ഉറപ്പാ. വൈകുന്നേരം വലയിടാൻ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ വല ഇട്ടിട്ട് വലയിൽ നമ്മൾ മീൻ എന്തായാലും പിടിക്കും. ഓക്കെ.